മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ലൂസിഫർ. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തെ നേരിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ചിത്രം 28-ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അതിന്റെ പ്രമോഷനുമൊക്കെയായി സജീവമാണ് ഇതിലെ അണിയറ പ്രവർത്തകരും. ഒരു വമ്പൻ താരനിര തന്നെ ഒന്നിക്കുന്ന ചിത്രമാണ് ലൂസിഫർ. അതിലെ ഒരു നടനാണ് ബൈജു. ഒരു പ്രധാന വേഷത്തിൽ ബൈജു ഈ സിനിമയിൽ എത്തുന്നു. പൃഥ്വിരാജിനെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളാണ് ബൈജു. പൃഥ്വി എന്ന സംവിധായകനെ പറ്റി ബൈജു പറയുന്നത് ഇങ്ങനെ: ഒരാളെ കൊണ്ടുപോലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് ചെയ്യിക്കാൻ പൃഥ്വി സമ്മതിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ ചേട്ടാ അത് വേണ്ട എന്ന് പറയും. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോഴത്തെ രാജുവിനോട് അത് കുഴപ്പമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. രാജു പറയുന്ന പോലെ മാത്രമേ അവൻ എല്ലാവരെയും അഭിനയിക്കാൻ സമ്മതിക്കൂ. മോഹൻലാലിനെ കൊണ്ടുപോലും കയ്യിൽ നിന്ന് ഇട്ട് എന്തെങ്കിലും ചെയ്യാൻ പൃഥ്വി സമ്മതിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതേണ്ടത് മോഹൻലാൽ മാനറിസങ്ങൾ ഇല്ലാത്ത ഒരു സിനിമയായിരിക്കും ലൂസിഫർ. പൃഥ്വിരാജ് കണ്ട അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയെ തന്നെയായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നതും. ലൂസിഫർ എന്ന സ്ക്രിപ്റ്റിലെ ശരിക്കുമുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി ഇത് ആകാംക്ഷ കൂട്ടുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ താരനിര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മഞ്ജു വാര്യർ നായികയാവുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ്, വിവേക് ഒബ്റോയ്, ഇന്ദ്രജിത്ത് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ യഥാർത്ഥ ആരാധകർക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ ലൂസിഫറിൽ ഒരുപാടുണ്ടാകുമെന്ന് തിരക്കഥാകൃത്ത് മുരളി ഗോപി നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നമ്മൾ കാണാൻ പോകുന്നതോ പൃഥ്വിരാജിന്റെ ഉള്ളിലുള്ള ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി ലാലേട്ടൻ മാറുന്നതും. കാത്തിരിക്കാം.